ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ സ്റ്റുഡിയോ റൂം ടൂറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഹോം ടൂർ ചെയ്തിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇതുപോലെ ഞാൻ ഒരു വാതിൽ കാണിച്ചിട്ട് പറഞ്ഞു ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ റൂം. അപ്പോൾ ഏറ്റവും അടുത്ത ദിവസം തന്നെ അത് കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 6 മാസത്തോളം ആയി. കാരണം നമ്മുടെ പാല് കാഴ്ച കഴിഞ്ഞതും അതുപോലെ തന്നെ നമ്മുടെ മോളൊക്കെ ആയപ്പോഴത്തേക്കും പ്രിയോറിറ്റി കൂടുതൽ അങ്ങോട്ടേക്ക് പോയി. അതിൻ്റെ പേരിൽ ഇവിടെയുള്ള വർക്കൊന്നും കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. അങ്ങനെ കുറച്ചായിട്ടാണ് ഇതിലുള്ള വർക്കുകൾ കംപ്ലീറ്റ് ആക്കിയിട്ട് ഇപ്പോഴാണ് ഏകദേശം ഒന്ന് റെഡി ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനിയാണ് നമുക്ക് വർക്ക് ചെയ്യാൻ പാകത്തിന് ഞാനിപ്പോൾ ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നാൽ ശരി, നമ്മുടെ സ്റ്റുഡിയോ റൂം കണ്ടാലോ? അപ്പോൾ എല്ലാവർക്കും വെൽക്കം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചമ്മീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ? അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ സ്റ്റുഡിയോ റൂമിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ സ്റ്റുഡിയോ റൂം എന്ന് പറയുന്നതിനേക്കാളും നല്ലത് കിച്ചൺ എന്ന് പറയുന്നതാണ് കേട്ടോ നല്ലത്. അതായത് ഞാനിപ്പോൾ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ എങ്ങനെയാണോ കിച്ചൺ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഈ ഒരു കിച്ചൺ ഞാൻ ചെയ്തിട്ടുള്ളത്. അതായത് നമ്മുടെ കിച്ചണിൽ എന്തൊക്കെയാണോ ആവശ്യമായിട്ടുള്ളത് ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ കിച്ചണിൽ ഞാൻ ഈ ഒരു കിച്ചണിലും കൊടുത്തിട്ടുള്ളത്. സ്റ്റുഡിയോ റൂം എന്ന് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ആദ്യം ഞാൻ ഇതൊരു ഐലൻഡ് കിച്ചണായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഐലൻഡ് കിച്ചണിൽ ആദ്യം ഞാനിത് ഇവിടെയാണ് കേട്ടോ ഹോബ് വെച്ചിരിക്കുന്നത്. അതായത് ഹോബ് ഞാൻ ഈ സെൻറ്ററിൽ വെച്ചിട്ടില്ല. ഹോബ് ഈ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ ഒതുക്കിയാണ് വെച്ചിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും സ്ഥലം കിട്ടും. അങ്ങനെ സെൻറ്ററിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ 2 സ്ഥലമായിട്ട് പോയിട്ട് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഇങ്ങനെ കുറച്ചായിട്ടല്ലേ വരുള്ളൂ. അതിൻ്റെ പേരിൽ ഞാൻ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ ഒതുക്കി വെച്ചിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു സ്ഥലത്ത് കുറച്ച് വർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു രീതിക്കാണ് ഞാനിവിടെ നമ്മുടെ ഹോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇതൊരു ഐലൻഡായിട്ട്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു കിച്ചണിൽ ഞാൻ ഇതുപോലെ ഇവിടെ ഒരു ക്രോക്കറി അൽമാരി ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നമ്മുടെ വീഡിയോസിൽ നിങ്ങൾക്ക് കൂടുതലും കാണാൻ പറ്റുന്നത് സെറാമിക്കിലുള്ള കുഞ്ഞു ബോൾസും വലിയ ബോൾസും പല ഷേപ്പിലൊക്കെ ഉള്ളതൊക്കെയാണ് മിക്കവാറും എൻ്റെ കയ്യിൽ കിട്ടുന്ന കളക്ഷനൊക്കെ ഞാൻ കളക്ട് ചെയ്ത് എടുക്കാറുണ്ട്. അങ്ങനെയുള്ളതൊക്കെ മുമ്പ് ഞാൻ നമ്മുടെ സ്റ്റുഡിയോ റൂം എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പ് താമസിച്ചിരുന്ന വീട്ടിൽ ഏതെങ്കിലും ഒരു റൂം എടുത്തിട്ട് അതൊരു സ്റ്റുഡിയോ റൂം പോലെ അങ്ങ് സെറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് അതിനുള്ളിലാണ് വെച്ചിരുന്നത്. എല്ലാം അങ്ങനെ ഡംപ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഓരോ ഷെൽഫുകളും അലമാരകളൊക്കെ സാധാരണ നമുക്ക് വാങ്ങാൻ കിട്ടില്ലേ, അതിലങ്ങനെ വാങ്ങി റെഡിയാക്കി അടുക്കി വെക്കുക. ചിലതൊക്കെ അങ്ങനെ ബോക്സിൽ വെച്ചിരിക്കുക. അതൊക്കെ ചെയ്തിരുന്നത്. ഇപ്പോൾ എനിക്കിങ്ങനെ കുറച്ച് സൗകര്യങ്ങൾ ആയപ്പോഴത്തേക്കും ഞാൻ അതെല്ലാം ഇങ്ങനെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് പെട്ടെന്ന് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ വെച്ചിട്ടുണ്ട്. അതല്ലാതെ ബാക്കിയും കുറച്ച് ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ വേറൊരു റൂമിലാട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ എനിക്ക് പെട്ടെന്ന് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇതുപോലെ ഇങ്ങനെ അൽമാരകളിലാക്കി വെച്ചിട്ടുണ്ട്. ഈ 2 തട്ടിലായിട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു അൽമരി ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വർക്കിംഗ് സ്പേസ് ഇങ്ങനൊരു സ്ലാബ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെല്ലാവരും വീട്ടിലും ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത്. അതായത് അത്ര വലിയ ഒരു കിച്ചൺ അല്ല കേട്ടോ ഇത്. നമ്മുടെ സാധാരണ ഒരു നോർമൽ കിച്ചൺ എങ്ങനെയാണോ ആ ഒരു വലിപ്പത്തിനെ ചെയ്തിട്ടുള്ളൂ. വലിയ വിശാലമായിട്ട് ഞാൻ ചെയ്തിട്ടില്ല. ഇത്രയും ഈ ഒരു രീതിക്ക് ചെയ്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ കിച്ചണിൽ അത്യാവശ്യം വേണ്ട സിങ്കും പൈപ്പും കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് 3 വിൻഡോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് കിച്ചണിൽ എപ്പോഴും കുറച്ച് വെളിച്ചം വേണമല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പം ബ്ലൈൻഡ്സ് ഇട്ട് വെച്ചിരിക്കുകയാണ്. ആവശ്യമുള്ളപ്പോൾ അത് തുറക്കാമെന്നും പറഞ്ഞിട്ടുള്ള രീതിയിലാണ് കേട്ടോ ബ്ലൈൻഡ്സ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഈ ഒരു പൈപ്പിനെ കുറിച്ച് ഞാൻ നമ്മുടെ ഹോം ടൂർ ചെയ്തിരുന്ന സമയത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതേതാണ് പൈപ്പ് എന്ന് പറഞ്ഞിട്ട്. ഇത് കോളറിൻ്റെ പൈപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് കൊള്ളാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കൊള്ളാമോ എന്ന് ചോദിച്ചാൽ വളരെ നല്ലൊരു പൈപ്പാണ്. പക്ഷേ ഇതിന് ചെറിയൊരു പോരായ്മയുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ വീട് വെച്ച സമയത്ത് അതായത് ഇവിടെ പ്രഷർ പമ്പ് യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഒരിടത്തും പ്രഷർ പമ്പ് വെച്ചിട്ടില്ലായിരുന്നു. അങ്ങനെയുള്ള പൈപ്പുകളാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പൈപ്പ് ഞാൻ ഓൺലൈൻ വഴിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കിച്ചണിൽ എല്ലാത്തിനും വേണ്ടിയിട്ട് കോളറിൻ്റെ പൈപ്പ് ഓൺലൈൻ വഴി വാങ്ങി. അപ്പം എല്ലായിടത്തും ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൽ പിന്നെ നമ്മൾ വെള്ളം നോക്കുമല്ലോ എങ്ങനെയാണെന്ന്. അപ്പോൾ ഞാൻ വെള്ളം കാണിച്ചു തരാം. ഇതിൽ വന്നുകൊണ്ടിരുന്ന വെള്ളം ഇപ്പോൾ ഇതിൽ വരുന്ന വെള്ളം ഇതിൽ 2 ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിൽ വരുന്ന വെള്ളം ഇങ്ങനെയാണ് കേട്ടോ. ഇത്രയും ഫോഴ്സിൽ വരും. ഇതുപോലെ തന്നെ വേറൊരു ഫംഗ്ഷൻ ഇടാണെങ്കിൽ ഇതേപോലെ വരും. പക്ഷേ നമ്മൾ പ്രഷർ പമ്പ് വെക്കാതെ ഇരുന്ന സമയത്ത് ഇതിൽ വന്നുകൊണ്ടിരുന്ന വെള്ളത്തിൻ്റെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് കേട്ടോ. അതായത് ഇത്രയും ഈ ഒരു രീതിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കിച്ചണിലുള്ള വർക്കുകളൊന്നും നടക്കില്ല. അപ്പോൾ പിന്നെ ആകെ ഇതായി. കാരണം നമ്മൾ എല്ലായിടത്തും സെറ്റും ചെയ്ത് കഴിഞ്ഞു. ഇനി അത് എടുക്കാനും പറ്റത്തില്ല. ആകെ ഞാൻ 3-4 പൈപ്പ് ഞാൻ ഇതുപോലത്തെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലായിടത്തും സ്ഥലത്തും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് എടുക്കാൻ പറ്റാതായപ്പോഴത്തേക്കും, കാരണം നല്ല ഭംഗിയുള്ള പൈപ്പുമാണ്. അങ്ങനെ ഞാൻ പ്രഷർ പമ്പ് വെച്ചു കേട്ടോ. പ്രഷർ പമ്പ് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല. ഇതുപോലെ ഇത്രയും ഫോഴ്സിൽ നന്നായിട്ട് തന്നെ വെള്ളം വരും. നമുക്ക് വളരെ നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി. കാരണം ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തിപ്പോൾ 6 മാസം ആയില്ല, 6 മാസം കഴിഞ്ഞു. നന്നായിട്ട് തന്നെ ഒരു പൈപ്പിനൊന്നും ഒരു കംപ്ലൈൻറ്റും ഇല്ല കേട്ടോ. അങ്ങനെ നോക്കുകയാണെങ്കിൽ വളരെ നല്ല പൈപ്പാണ്. പ്രഷർ പമ്പ് ഉള്ളവർ മാത്രം
ഇങ്ങനെ ഒരു പൈപ്പ് സെലക്ട് ചെയ്യുക. ഇനി നിങ്ങൾ ഇതുപോലുള്ള പൈപ്പ് വാങ്ങാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പറയുകയാണ് കേട്ടോ, ഈ പൈപ്പ് വാങ്ങണമെന്നുണ്ടെങ്കിൽ പ്രഷർ പമ്പ് മസ്റ്റായിട്ട് വേണം കേട്ടോ. ഞാൻ അതായത് വേറെ ബ്രാൻഡിൻ്റെ പൈപ്പുകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ചില ബ്രാൻഡിന് നമുക്ക് പ്രഷർ പമ്പിൻ്റെ ആവശ്യമേ വരുന്നില്ല. ചില ബ്രാൻഡിന് ഉറപ്പായിട്ട് നമുക്ക് ഈ പ്രഷർ പമ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു കറക്റ്റ് ഫംഗ്ഷനിൽ അത് വർക്കാവുള്ളൂ. അതായത് അവർ പറയുന്ന ആ ഒരു രീതിയിൽ വർക്കാവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം വേണം. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു പൈപ്പാണ് കേട്ടോ. പിന്നെ എന്താണ്ട് ഇതിൽ ഇങ്ങനത്തെ ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇതിപ്പോൾ എല്ലാ മിക്ക പൈപ്പുകളിലും വരുന്നതാണ്. ഇങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ നല്ല ഫോഴ്സിൽ വെള്ളം വരും കേട്ടോ. വളരെ നല്ല പൈപ്പാണ്. പ്രഷർ പമ്പ് ഉണ്ടെങ്കിൽ നല്ല സൂപ്പർ പൈപ്പാണ്. പിന്നെ അതാ ഇവിടെ ഇങ്ങനെ ഒരു സിങ്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് നമ്മളിവിടെ ഇട്ടിരിക്കുന്ന സ്ലാബാണ്. സ്ലാബ് വന്നിട്ട് ഞാൻ വെർട്ടിഫൈഡ് ടൈലാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അതായത് മാറ്റ് ഫിനിഷിലെ വെർട്ടിഫൈഡ് ടൈലാണ്. വൈറ്റ് യൂസ് ചെയ്തിട്ടില്ല. കാരണം വെച്ചാൽ പ്രത്യേകിച്ച് നമുക്കിവിടെ ഇങ്ങനെ ഷൂട്ടൊക്കെ ചെയ്യുന്നതിൻ്റെ പേരിൽ അതുപോലെ തന്നെ കാണാൻ ഒരു ഇച്ചിരി ഭംഗി എപ്പോഴും ഇതുപോലെയുള്ളൊരു ഡാർക്ക് കളറാകുമെന്ന് വിചാരിച്ചിട്ട് ഞാനിതുപോലെ ഒരു ഗ്രേ കളറാണ് കേട്ടോ ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. ഒരു മാറ്റ് ഫിനിഷാണ് കേട്ടോ ഇത് വരുന്നത്. നല്ല അത്യാവശ്യം കൊള്ളാമെന്ന് തോന്നുന്നു. വേറെ സ്റ്റെയിനൊന്നും പിടിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് വാങ്ങിയിട്ടുള്ളത്. ഇനിമേലെ അറിയാൻ പറ്റുള്ളൂ. കാരണം ഗ്ലോസിയാണ് മിക്കവാറും നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു മാറ്റ് ഫിനിഷ് ഇടുമ്പോൾ എത്രത്തോളം സ്റ്റെയിൻ പിടിക്കുമെന്ന് അറിയില്ല. അതിലിങ്ങനെ സ്റ്റെയിൻ പിടിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കും കേട്ടോ. അപ്പോൾ അത് ഈ ഒരു രീതിക്കാണ് എല്ലായിടത്തും ഇങ്ങനെ മാറ്റ് ഫിനിഷിലുള്ള ഈ ഒരു വെർട്ടിഫൈഡ് ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഇങ്ങനെ ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാൻ പാകത്തിന്. ഞാനിപ്പോൾ ഈ ഒരു രീതിക്ക് കുറച്ച് സാധനങ്ങളെ ഇവിടെ വെച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ സാധനങ്ങളൊക്കെ വെക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ വെക്കണം. അപ്പോൾ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന പലവ്യഞ്ജനങ്ങൾ ഇങ്ങനെ പരിപ്പ് വർഗ്ഗങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ ഞാനിവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് മുകളിൽ കുറച്ച് എൻ്റെ കയ്യിലുള്ള കുറച്ചധികം പ്രോംപ്റ്റ്സ് ഉണ്ടല്ലോ. നമ്മളിങ്ങനെ നമ്മളെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അല്ലാതെയൊക്കെ നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കളക്ഷൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനിയുള്ളത് ഇത് ഇങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇത് മാറ്റാമെന്ന് പറഞ്ഞ് വെച്ചിരിക്കുക കേട്ടോ. കുഞ്ഞു സാധനങ്ങളേ ഉള്ളൂ എല്ലാം. അപ്പോൾ അങ്ങനെ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മുകളിൽ നമ്മുടെ ഇതൊക്കെ ഈ ഷെഫൊക്കെ നമ്മുടെ എപ്പോഴും ഏകദേശം ഒരു 7 വർഷത്തിന് മുമ്പ് ഞാൻ മേടിച്ച ഷെഫുകളാണ് കേട്ടോ. ഇതൊക്കെ ഇവരിങ്ങനെ എൻ്റെ ഷെൽഫിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അവർക്ക് ഇപ്പോഴാണ് അത് ഇവിടെയൊക്കെ വന്ന് ഇരിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായത്. എനിക്ക് ഇതൊക്കെ ഇങ്ങനെ ഇരുന്ന് കാണാനൊരു ഭാഗ്യം ഉണ്ടായത് ഇപ്പോഴാണ് കേട്ടോ. അങ്ങനെ ഷെൽഫിൽ അതൊക്കെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. മുകളിൽ നമുക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ വെക്കാമെന്നുള്ള രീതിയിൽ മുകളിൽ ഞാനൊരു റാക്ക് പോലെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാമെന്നുള്ള രീതിയിൽ. പിന്നെ വരുന്നത് ഇതുപോലെ ഇങ്ങനെയുള്ള ഷെൽഫാണ് കേട്ടോ. ഇതിൽ നമുക്ക് നമ്മുടെ കിച്ചനാകുമ്പോഴത്തേക്കും എപ്പോഴും കുറച്ച് റാക്കുകളും ഷെൽഫുകളൊക്കെ ആവശ്യമാണല്ലോ. അപ്പോൾ അങ്ങനെ ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വെക്കാം. അതുപോലെ തന്നെ എല്ലാം സോഫ്റ്റ് ക്ലോസ് ആണ് കേട്ടോ. നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് തുറന്നിട്ട് ഇടുമ്പോഴത്തേക്ക് അതങ്ങനെ സോഫ്റ്റായിട്ടും ക്ലോസി ആയി പോകും. അങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ്. ഇവിടെ ഇങ്ങനെ ഒരു 4 ഷെൽഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ ഇതൊക്കെ നമുക്ക് നമ്മുടെ കിച്ചന്, അതായത് നമ്മൾ സ്റ്റുഡിയോ റൂം പോലെ ചെയ്യുന്നതിൻ്റെ പേരിൽ ഒരു പ്രത്യേക ആ ഒരു കാര്യം കൂടെ നോക്കിയിട്ട് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഒരു 2 ഷെൽഫൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. എല്ലാം നമുക്ക് നമ്മുടെ കിച്ചൺ പോലെ ചെയ്യാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും കുറച്ച് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രോംസ് ഒക്കെ വെക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് കേട്ടോ ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ വരുന്നത് ഈ ഡാഡോ ടൈലാണ് കേട്ടോ. ഡാഡോ ടൈല് കുറച്ചധികം ഞാൻ നോക്കി എടുത്തൊരു ഡാഡോ ടൈലാണ്. ഇത് മാറ്റ് ഫിനിഷ് തന്നെയാണ് കേട്ടോ. പക്ഷേ ഇവിടെ ഫസ്റ്റ് ഞാൻ സെലക്ട് ചെയ്തത് മൊറോക്കൻ ടൈലാണ് കേട്ടോ എടുത്തത്. മൊറോക്കൻ ടൈലിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ അബ്സോർബ് ചെയ്യും. അതായത് സെറാമിക്കിൻ്റെതായതിൻ്റെ പേരിൽ സെറാമിക്കിൻ്റെതാണ് എനിക്കറിയാവുന്നത്. സെറാമിക്കിൻ്റെ മൊറോക്കൻ ടൈലാണ് കേട്ടോ ഞാൻ കണ്ടത്. അതിൽ വെർട്ടിഫൈഡ് ടൈലിൻ്റെ ആ ഒരു ടൈപ്പ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ മൊറോക്കൻ ടൈൽ അങ്ങനെ വെള്ളം അബ്സോർബ് ചെയ്യുന്ന സെറാമിക് ടൈപ്പാണ് കിട്ടിയതിൻ്റെ പേരിൽ ഞാനത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി കേട്ടോ. കാരണം കിച്ചൺ ആയതിൻ്റെ പേരിൽ എപ്പോഴും വെള്ളം വീഴുന്ന ഭാഗങ്ങളാണ്. കിച്ചണിലും ബാത്റൂമിലും ഒന്നും നമുക്ക് മൊറോക്കൻ ടൈൽ അങ്ങനത്തെ സെറാമിക്കിൻ്റെ ടൈൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ഇത് വെർട്ടിഫൈഡ് ടൈലാണ് കേട്ടോ ഇവിടെ ഇട്ടിരിക്കുന്നത് ഡാഡോ ടൈല്. അപ്പോൾ ഇത് ഓരോ ഡിസൈനാണ്. അപ്പോൾ ഓരോ ഡിസൈനായത് അങ്ങനെ ഒട്ടിച്ചിങ്ങനെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു പ്രത്യേക ഭംഗി തോന്നി. എല്ലാം നല്ല ഫിനിഷിംഗ് ആയിട്ടില്ലേ, നല്ല രസമായിട്ട് തോന്നി കേട്ടോ എനിക്ക്. അങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു വെർട്ടിഫൈഡ് ടൈലാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത്. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നേരിൽ കാണുമ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ട്. ക്യാമറയിൽ എങ്ങനെ കിട്ടുമെന്ന് എനിക്കറിയില്ല. നല്ലൊരു പ്ലസൻറ്റ് ടൈപ്പ് അങ്ങനെ തോന്നും കേട്ടോ. അങ്ങനെ ആ ഒരു രീതിക്കാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇവിടെയാണ് കേട്ടോ ഞാൻ ഫ്രിഡ്ജ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജ് ഞാനിപ്പോൾ ഓഫാക്കിയിട്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഫ്രിഡ്ജ് ഓണാക്കിയിടുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു സൗണ്ട് വരില്ല. അപ്പോൾ നോയ്സ്, അപ്പോൾ നമ്മുടെ ക്യാമറയിൽ ആ ഒരു സൗണ്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ നോയ്സ് ഓഫാക്കിയിട്ടിരിക്കുകയാണ്. അതാ ഫ്രിഡ്ജിൽ ഞാൻ സാധനങ്ങളൊന്നും വെച്ചിട്ടില്ല, എല്ലാം ക്ലീൻ ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ. ഇനി എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് വെക്കണം. ഞാൻ മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഫ്രിഡ്ജ് തന്നെയാണ് കേട്ടോ ഇത്. മുമ്പ് ഞാൻ യൂസ് ചെയ്തിരുന്ന ഫ്രിഡ്ജാണ്.
അതാണ് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ഫ്രിഡ്ജ് തന്നെയാണ്. കാരണം എല്ലാ സാധനങ്ങളും വെക്കാൻ നല്ല ഫ്രിഡ്ജാണ് കേട്ടോ. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഫ്രിഡ്ജാണ്, ഡബിൾ ഡോറിൻ്റെ ഫ്രിഡ്ജ്. അപ്പോൾ ഇനി നമുക്ക് ഓഫ് ചെയ്യാം, സ്വിച്ച് ഓഫ് ചെയ്തിടാം. ഈ സൗണ്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, അപ്പോൾ അതിൻ്റെ പേരിലാണ്. അപ്പോൾ ഇതിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫ്രിഡ്ജ് മാഗ്നറ്റ് എൻ്റെ കയ്യിലുള്ളത് ഇനി കുറച്ചൊക്കെ ഉണ്ട്, തിരക്കിയെടുക്കണം എവിടെയാണെന്ന്. കാരണം വീട് മാറി വന്നപ്പോൾ എവിടെയൊക്കെ കൊണ്ട് ഡംപ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി കുറച്ചുള്ളതൊക്കെ തിരക്കിയെടുത്ത് അതൊക്കെ ഒട്ടിച്ച് വെക്കണം എന്നുണ്ട്. എവിടെയെങ്കിലും പോകുന്ന സമയത്തൊക്കെ ഇഷ്ടപ്പെട്ടത് വാങ്ങി വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എല്ലാം കൂടി ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇങ്ങനെ എടുത്ത് വന്നപ്പോൾ എല്ലാ സ്ഥലവും ഇങ്ങനെ എല്ലാം കൊണ്ടും ഇഴക്കി വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഇപ്പോൾ നമ്മൾ മോളുടെ പുറകെയാണ് ഫുൾ ടൈം. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇച്ചിരി വീഡിയോസൊക്കെ കുറഞ്ഞ് തുടങ്ങിയത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്റ്റുഡിയോ റൂമും റെഡി ആയില്ലല്ലോ. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മുടെ താഴത്തെ ഓപ്പൺ കിച്ചണിലാണ് ഞാനിപ്പോൾ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളവിടെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കും, പ്രത്യേകിച്ച് പെട്ടെന്ന് ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിലോ ഗസ്റ്റ് ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിലോ അവർക്കൊരു ബുദ്ധിമുട്ടാകും നമ്മളവിടെ വീഡിയോ എടുക്കുന്നതും. അതുപോലെ തന്നെ പിന്നെ ആ സൗണ്ടും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാകും. അപ്പോൾ അതിൻ്റെ പേരിലാണ് അവിടെ അവിടെ നിന്ന് നമ്മൾ മാറി ഒരിടത്ത് ഇങ്ങനെ വീട് വെച്ച സമയത്തേ നമുക്കൊരു സ്റ്റുഡിയോ റൂം വേണം എന്ന് പ്ലാൻ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ ചെയ്യില്ല എന്നില്ല കേട്ടോ, അവിടെയും ഇവിടെയായിട്ട് മാറി ചെയ്യാമെന്നാണ് ഇപ്പോൾ എൻ്റെ പ്ലാന്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഒരേ സ്ഥലത്ത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം മോൾ ഉറങ്ങി കിടക്കുന്ന സമയത്ത് എനിക്കിവിടെ നിന്ന് ചെയ്യാം. മോള് ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ, ആൾ ബഹളം വെക്കുന്ന സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് താഴെ നിന്ന് ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിൽ എനിക്ക് പെട്ടെന്ന് ആളിനെ പോയി നോക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഇവിടെയൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ കാര്യങ്ങൾ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത്, നമ്മുടെ ക്യാബിൻ ചെയ്തിരിക്കുന്നത് മുകളിൽ ഇങ്ങനെ ഡ്രോയറും താഴെ ക്യാബിനുമായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡ്രോയർ എന്ന് പറയുമ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ, അതായത് വേണ്ട കുഞ്ഞു സാധനങ്ങളൊക്കെ ഞാൻ ഈ ഡ്രോയറിലാണ് വയ്ക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ വേറെ കുറച്ച് ഐറ്റംസൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല. അതൊക്കെ ഞാൻ ഈ ഒരു ഡ്രോയറിൽ വെക്കാനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ വരുന്നത് ഇവിടെയും ഒരു ഡ്രോയറുണ്ട്. ഈ ഡ്രോയറിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഞാൻ എൻ്റെ ഇങ്ങനെ കുഞ്ഞു സെറാമിക്കിൻ്റെ ബോളിൻ്റെയൊക്കെ ഒരാളാണെന്ന്. എനിക്ക് അങ്ങനെ കിട്ടിയാൽ അത് കളക്ട് ചെയ്യുന്ന ഒരാളാണ്. ഇഷ്ടമാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കേട്ടോ, ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് എടുക്കാൻ പാകത്തിനുള്ളതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കങ്ങനെ കിട്ടാറില്ല. അതായത് നമ്മൾ ഒരുപാട് യാത്രകളൊക്കെ പോകുന്നവർക്കാണെങ്കിൽ എവിടെയെങ്കിലും ആ സ്ഥലത്ത് അതിങ്ങനെ കിട്ടും. അപ്പോൾ ഞാൻ ഇടയ്ക്കിലൊക്കെ അടുത്തൊക്കെ പോകാറുള്ളൂ. അപ്പോൾ അടുത്ത് പോകുന്ന സ്ഥലത്ത് എൻ്റെ കയ്യിൽ കിട്ടുന്നതൊക്കെ ഞാൻ മേടിച്ച് വെക്കാറുണ്ട് കേട്ടോ. അങ്ങനെയാണ്. പിന്നെ ഇവിടെ ആണെങ്കിൽ ഇവിടെ ഞങ്ങൾ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ അടുക്കിയിട്ടുള്ളത് കേട്ടോ. സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ എടുക്കാൻ പാകത്തിന് അടുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെയും ഇതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, ഇവിടെയും വെച്ചിട്ടുണ്ട്. ഇനി കുറേ സാധനങ്ങളുണ്ട്. എല്ലാം എനിക്ക് ഇവിടെ കൊണ്ട് വെക്കാനും പറ്റില്ല. ആവശ്യത്തിന് ഞാൻ പെട്ടെന്ന് എടുക്കുന്ന സാധനങ്ങൾ എടുക്കാനും പാകത്തിന് ഇവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിക്കാണ് കേട്ടോ ഞാൻ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഐലൻഡ് കിച്ചണിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഐലൻഡ് കിച്ചണിൽ ഞാൻ ടാൻഡം ബോക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് നമുക്ക് പെട്ടെന്ന് എടുക്കാനും, അതായത് കിച്ചണിൽ നമുക്ക് കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എടുക്കാനും പാകത്തിനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് സ്പൂണും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഇവിടെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ കൊണ്ടുവെക്കണം. അതുപോലെ താഴെ ഒരു ടാൻഡം ബോക്സ് ഉണ്ട്. ഇവിടെ 2 ക്യാബിനുണ്ട് കേട്ടോ. പിന്നെ വരുന്നത് നമ്മുടെ ഫ്ലോറാണ്. ഫ്ലോറിൽ വന്നിട്ട് ഞാൻ ടൈനി ടൈൽസാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ മൊറോക്കൻ ടൈലിനെ പോലെ തന്നെയാണ് ആ ഒരു മൊറോക്കൻ ടൈൽ. നമുക്ക് കിച്ചൺ ആയതിൻ്റെ പേരിൽ നമുക്ക് സെറാമിക്കിൻ്റെ ടൈൽ യൂസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ പേരിൽ വെട്ടിഫൈ ടൈലാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. കുഞ്ഞു പീസ് ടൈലാണ് കേട്ടോ. ഇതിങ്ങനെ നമ്മളിങ്ങനെ ഒരു സ്ക്വയർ രൂപത്തിൽ ഇതിങ്ങനെയാണ് കേട്ടോ അതങ്ങ് സെറ്റ് ചെയ്ത് എടുക്കേണ്ടത്. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നേരിൽ കാണുമ്പോഴത്തേക്കും അത് കംപ്ലീറ്റ് ആ ഒരു കിച്ചൻ്റെ ആ ഒരു ഭംഗി ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. കാരണം എനിക്ക് എപ്പോഴും ഇത് വീഡിയോയിൽ എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല, കാരണം എനിക്ക് മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ. ഫ്ലോറല്ലേ. അപ്പോൾ ഫ്ലോറിൻ്റെ ടൈൽ ഈ ഒരു രീതിക്കാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ ഭംഗിയായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നന്നായിട്ട് തന്നെ അത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കിച്ചൻ്റെ തീം ഇങ്ങനെയാണ് കേട്ടോ. ഒരു ഗ്രീനും വൈറ്റും അതേപോലെ തന്നെ ആ വുഡിൻ്റെ ആ ഒരു ഷെയ്ഡും ഒക്കെ വരുന്ന രീതിയിലാണ്. ഏകദേശം ഒരു 3-4 കളർ ഇങ്ങനെ വരുന്ന രീതിയിലാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഗ്രീന്, അതുപോലെ തന്നെ നമ്മുടെ ഗ്രേ വരുന്നുണ്ട്, വൈറ്റ് വരുന്നുണ്ട്, വുഡിൻ്റെ ഇത് വരുന്നുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് കുറേ നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്തെടുത്ത ഓരോ കാര്യങ്ങളാണ്. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പിൻട്രസ്റ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. പെട്ടെന്ന് യൂസ് ചെയ്യാൻ എളുപ്പത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ കിച്ചണിൽ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. സെറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഇത്രയായി. ഏറ്റവും ലാസ്റ്റ്
ലാസ്റ്റ് റെഡിയാക്കി എടുത്തതാണ് നമ്മുടെ ഈ സ്റ്റുഡിയോ റൂം. ഞാൻ നമ്മുടെ ഹോം ടൂറല്ല, നമ്മുടെ ഹോമിൻ്റെ വർക്ക് നടക്കുന്ന സമയത്ത്, നമ്മുടെ വീട് പണിയൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ ഈ ഒരു ഭാഗം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ ഡ്രീം ആയിട്ടുള്ളൊരു പ്ലേസാണ്. എത്രയോ വർഷങ്ങൾ കൊണ്ടുള്ള എൻ്റെ ആഗ്രഹമാണ്. അതായത് എനിക്കൊരു സ്റ്റുഡിയോ റൂം വേണം, അവിടെ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ വെക്കണം കൊണ്ട് അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിട്ട് കുറേ വർഷമായി. അതെല്ലാത്തിനും അതിൻ്റെ ഒരു സമയം ഉണ്ടെന്ന് പറയില്ലേ, അതുപോലെ എല്ലാത്തിനും അതിൻ്റെ സമയമാകുമ്പോൾ നടക്കുന്നു പറയുന്നത് പോലെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് എൻ്റെ ഇത്രയും വലിയ സ്വപ്നമായിട്ടുള്ള എൻ്റെ ഈ ഒരു സ്റ്റുഡിയോ റൂം. അതെനിക്ക് ഇതിൻ്റെ വലിയ ഒരു ആഗ്രഹമായിരുന്നു. ആ ഒരു വലിയ ആഗ്രഹം ഇപ്പോഴാണ് അത് റെഡിയായി കിട്ടിയിട്ടുള്ളത്. ഒത്തിരി സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഏകദേശമൊക്കെ ഇനി ഞാൻ പറഞ്ഞതുപോലെ കുറേ കാര്യങ്ങളെല്ലാം റെഡിയാക്കി എടുത്തിട്ട് ഇവിടെ നമ്മുടെ കുക്കിങ്ങൊക്കെ റെഡിയാക്കി തുടങ്ങണം. പാചകങ്ങളൊക്കെ വെച്ച് തുടങ്ങണം. ഇതുവരെ നമ്മുടെ പാചകത്തിൽ ഏറ്റവും കുറഞ്ഞ വീട്ടിലുള്ള നമ്മുടെ ചേരുവകളെ വെച്ചിട്ടാണ് ഞാൻ മിക്ക റെസിപ്പികളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാറുള്ളത്. അതുപോലെ തന്നെയാണ് തുടർന്നും നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ചേരുവകളൊക്കെ വെച്ചിട്ട് തന്നെ വളരെ ഈസി ആയിട്ടും വളരെ രുചികരവുമായിട്ടുള്ള പാചക വിഭവങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു കിച്ചണിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം ഷെയർ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഇവിടെ മാത്രമല്ല നമ്മുടെ കുക്കിംഗ് ഉണ്ടാവുക, ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലും കുക്കിംഗ് ഉണ്ടാകും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കിച്ചണൊക്കെ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഇഷ്ടങ്ങളെ കമൻസ് വഴി അഭിപ്രായങ്ങൾ പറയണം. കാരണം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് അറിയുമ്പോഴാണ് ആ ഒരു സന്തോഷം പൂർണ്ണമാകുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മറക്കാതെ ഒന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. ഇഷ്ടമായെങ്കിൽ അത് നിങ്ങൾ ഒട്ടും മടി കൂടാതെ നിങ്ങളുടെ ഇഷ്ടം ആ ഒരു കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചേക്കണം. അത് കാണുമ്പോഴും അത് വായിക്കുമ്പോഴും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ അതൊരു ഫുൾഫില്ലാകുന്നത്. ഞാൻ എൻ്റെ ഇത്രയും നാളത്തെ കഷ്ടപ്പാടിന് ഒരു ഫലം ഉണ്ടായല്ലോ, ഇത്രയും നാളത്തെ കഷ്ടപ്പാട് എല്ലാവർക്കും ഇഷ്ടമായല്ലോ എന്ന് തോന്നും നിങ്ങളുടെ ഓരോ വാക്കുകളിൽ നിന്നാണ് സത്യത്തിൽ ഒരു മനസ്സിന് അത്രയും സന്തോഷം ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാം റെഡിയായി, കിച്ചൺ ഏകദേശം ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ എൻ്റെ മസാല കൂട്ടുകളൊക്കെ ഇനി കൊണ്ട് റെഡിയാക്കി വരണം. പാത്രങ്ങളൊക്കെ ഞാൻ ഏകദേശം ഒന്ന് അടുക്കി വെച്ചിട്ടുണ്ട്, അവിടെയും ഇവിടെയായിട്ടൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഞാൻ കുറച്ച് റെസിപ്പികളൊക്കെ എല്ലാം ഞാനൊന്ന് റൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ചെയ്യാനും പാകത്തിനുള്ളത്. ഇനിയിപ്പോൾ ഓണം വരികയാണ്, അപ്പോൾ റെസിപ്പികളൊക്കെ വളരെ പെട്ടെന്ന് എടുക്കണം. ഇനി മുതൽ റെഗുലറായിട്ട് എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ, എനിക്കറിയാവുന്നതാണ് മോളായതിൻ്റെ പേരിൽ, മോൾക്ക് ഉള്ളപ്പോൾ നമുക്ക് കുഞ്ഞാവുള്ളപ്പോൾ നമുക്ക് കുഞ്ഞാവയുടെ കാര്യങ്ങളായിരിക്കും കൂടുതലും നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ കുറച്ച് സമയത്തൊക്കെ ഉറക്കി എന്ന് കിടത്തിയിട്ട് ആ ഒരു സമയത്തൊക്കെ പാചകങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യണം. ആ പാചകം കൂടെ ചെയ്യുമ്പോഴാണല്ലോ, അതും കൂടി ആകുമ്പോഴാണ് അതായത് നമ്മുടെ ലൈഫ് ഓക്കെ ആവുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതെനിക്ക് സാധിക്കട്ടെ. കാരണം ഇപ്പോൾ ഇച്ചിരി ഡിലേ അല്ലേ, ഞാൻ കുറച്ച് ഡിലേ ആയിട്ടാണ് ഓരോ റെസിപ്പിയും ചെയ്യുന്നത്. ഒരാഴ്ച കൂടുതലാകുന്നുണ്ട് ഓരോ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി മാക്സിമം ഇടവേളകളില്ലാതെ എന്നെക്കൊണ്ട് പറ്റുന്ന കുറച്ച് ഇടവേളകൾ ഓക്കെയാണ്, ഒരു വലിയ ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ റെസിപ്പിയൊക്കെ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. 2 സ്ഥലത്തായിട്ട് കേട്ടോ, അവിടുത്തെ കിച്ചണിൽ ഇവിടുത്തെ കിച്ചണിലൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ വ്ളോഗുകൾ ചെയ്യണം. ഒരുപാട് പേര് എനിക്ക് കമൻറ്റ് ചെയ്യുന്ന കാര്യമാണ് ഡെയിലി വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡെയിലി വ്ളോഗും തുടർന്ന് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ കമൻസ് ആയിട്ട് ഒന്ന് അറിയിച്ചേക്കണം. അപ്പോൾ അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ.